بأهل بدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ ലൈവാണ്, ശബ്ദം കേൾക്കരുത്. പിന്നെ ഇവിടെ 77 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര? 77. ഈ 77 1-2 വർഷം കൊണ്ടാട്ടോ. 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കും. ഒരു കുട്ടിനെ കെട്ടിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് അറിയോ? കുട്ടിനെ കെട്ടിച്ചോ? ഒരു കുട്ടിനെ കെട്ടിക്കണം. ഇൻഷാ അല്ലാഹ് 77 മക്കളെ കെട്ടിച്ചു. അത് മാത്രമല്ല, 100 ചില്ലാനം എത്തിയ മക്കൾ, അനാഥ പാവപ്പെട്ട എത്തിയ മക്കൾ നമ്മൾ ഏറ്റെടുത്തു. അത് മാത്രമല്ല, എങ്ങനെ വർത്താനം പറയട്ടെന്ന് പറയണം മലയാളത്തിൽ എങ്ങനെ. അതുപോലെ തന്നെ ഒരുപാട് എത്തിയ മക്കൾ സ്ഥലം വാങ്ങി, ഒരുപാട് പള്ളി നിർമ്മിച്ചു, മദ്രസ നിർമ്മിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മാസം 30-ാം തീയതി 20 കുട്ടികളെ കല്യാണം. എത്ര? 20 കുട്ടികൾ. അതിൽ 8 അമുസ്ലിങ്ങളായ നമ്മളെ സഹോദരിമാരും 12 നമ്മളെ മക്കൾ. വാപ്പയുണ്ടായിട്ട് യതീമിനേക്കാൾ വിഷമത്തോടെ കഴിയുന്നവർ, യതീമിനേക്കാൾ അങ്ങനത്തെ അൽഹംദുലില്ലാഹ് ഈ 72 മക്കളെ കെട്ടിച്ചപ്പോഴും ഒരാളെ മുന്നിൽ ചെന്നിട്ട് ഞാൻ നൂറെ ഹബീബ് തങ്ങളാ ഒരുപാട് ചാരിറ്റി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരാളെ മുന്നിൽ ഞാൻ ചെന്നിട്ട് കൈ നീട്ടിട്ടില്ല. അങ്ങനത്തെ അവസ്ഥ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഇവിടെ വരും ഓരോരുത്തർ വിഷമം പറഞ്ഞു വരും, പോലെ കാര്യം ശരിയാവും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു സ്വർണം നേർച്ച. അങ്ങനെയാണ് ഇവിടെ ഇത്രയും കുട്ടികളെ കിട്ടിച്ചത്. അൽഹംദുലില്ലാഹ് 20 കുട്ടികളെ കല്യാണം വരാൻ പോവാണ്. എന്ത് നീർച്ചങ്ങട്ട് നീതാലും ഫലമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തിരുനുഗ്രഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ 20 കുട്ടികളെ കല്യാണമാണ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബേജാറില്ല. ഇവിടെ നമുക്ക് അങ്ങനത്തെ ബേജാറില്ല. 1 കോടി ഉറുപ്പിന്റെ അടുത്ത് ചെലവ് വരും. എത്ര? 1 കോടി. നമ്മളെ സംബന്ധിച്ച് അതൊന്നും വലിയ പ്രശ്നം. ഇതാണ് പ്രശ്നം. എല്ലാവർക്കും വാരിക്കും ഒരു തരികയാണ്. ഈ 2 ഗേറ്റ് പൂട്ടിയാലും ആൾക്കാർ പൈസ ഇട്ടിട്ട് പോകും. ഞാൻ എന്താ ചെയ്യാം? വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഈ ലൈവിൽ കാണിക്കട്ടെ. ഓരോരുത്തർ തരുന്ന മുതൽ അള്ളാഹു പേടിച്ചാ പോരെ അല്ലേ? മഖ്ലൂഖ് പേടിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നേന മനോഹരമായ ഒരു കമ്മലാണ്. നോക്കട്ടെ കമ്മലുണ്ടോന്ന്. മാഷാ അല്ലാഹ് കണ്ടോ? നല്ല തൂക്കള്ള കണ്ടങ്ങള്, നല്ല തൂക്കള്ള കമ്മലാണ്. അള്ളാഹു തന്നവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ഇതാർക്കുള്ളതാ? എത്തിയ മക്കൾക്കും പിന്നെ പാവങ്ങളും ഉണ്ട് കേട്ടോ. അള്ളാഹ് തരാൻ എത്തി വെച്ചത്. വീട് ജപ്തിയായി. ഇപ്പൊ ആധാരം ബാങ്കിന് എടുത്തു. എത്ര ലക്ഷം റുപ്യ? 15 ലക്ഷം റുപ്യ. ഇവിടെ വന്നിരുന്നു. 15 ലക്ഷം റുപ്യക്ക് ആധാരം ബാങ്കിലായിരുന്നു. അൽഹംദുലില്ലാഹ് അതെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള കടം അല്ലാഹു വീട്ടി തരട്ടെ. ആ ഇവിടെ വന്നിരുന്നു. അപ്പൊ തങ്ങൾപ്പം തരണം റാഹത്താവെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അപ്പൊ ആധാരം എടുത്തു. ആ സന്തോഷത്തിന് ഒരു മാസം ആയിട്ടില്ല. നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ഫാത്തിഹ പോകുന്ന നാൾ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്തത് ഇതൊരു മോതിരാണ് കേട്ടോ. ഒരു മോതിരം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെന്താ? മാറിയതില്ലേ? മാഷാ അല്ലാഹ്. ഇവിടെ ഒരു വേദന പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഉണ്ടോ? അപ്പൊ ഇവിടെ വന്നു അൽഹംദുലില്ലാഹ് 90% മാറി. അപ്പൊ ഒരു മോതിരം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 7 വയസ്സായ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ. 7 വയസ്സായ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ. 6 മാസം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് മോനെ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് കുട്ടിന്റെ രോഗം മാറി. ഇവിടെ കൊടുന്നിരുന്നു. അല്ലാഹു തട്ടിച്ചല്ലോ. ഫാത്തിഹ ഓതും. തക്ബീർ മാത്രമല്ല. ഇതെന്താണ്? ഇത് എത്ര റുപ്യ? ഇതെത്ര? 15,000 റുപ്യ. ഇതെന്താണ്? എത്ര റുപ്യ കിട്ടാണ്ടായിരുന്നു? 5 ലക്ഷം റുപ്യ കിട്ടാണ്ടായിരുന്നു. എത്ര വർഷമായി? 7 വർഷമായി. ഇവിടെ വന്നിരുന്നോ? തലവന്റെ കിട്ടുന്നറിയില്ലേ? കിട്ടുന്നവർക്ക്
കിട്ടിയോ? അൽഹംദുലില്ലാ. 7 വർഷം മുമ്പേ ഒരു 5.5 ലക്ഷം റുപ്യ കിട്ടേണ്ട ഇത് കൊടുക്കണില്ല. എത്ര പോയിട്ട് കിട്ടില്ല. ഞാൻ ഇവിടെ വന്നു കിട്ടുമെന്ന് പറഞ്ഞു. സലാത്തല്ലേ ചെല്ലുന്നത്. 3 ലക്ഷം റുപ്യ കിട്ടി. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതിന് സമ്മാനായിട്ട് എത്തിയ മക്കൾക്ക് പിന്നെ 15,000 റുപ്യ. അടുത്ത മോതിരം കേട്ടോ. ഇതൊരു മോതിരം. ഇതെന്താണ്? ഇവിടെ വന്നീന്നോ? മകന് ഗൾഫില് പിന്നെ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ജോലി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഇത് നേർച്ചയാക്കി റാഹത്താണ്. ഭയങ്കര വിഷമം. ഇങ്ങോട്ട് നേർച്ചയാക്കിയിട്ട് റാഹത്തായി. അള്ളാഹു പൊന്നും കൊണ്ട് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അതിന് സമ്മാനാണ്. ഇതെനിക്ക് അള്ളാഹു ബർക്കത്ത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ. ഇന്നുണ്ടാ? ഇന്നില്ലല്ലോ. അള്ളാഹു വിസയായോ? മകന് വിസിറ്റ് വിസയിൽ പോയി. ഇവിടെ വന്നു വിസയായി. അതിന് ഇതായിരിക്കുള്ള പൈസ എത്തിമക്കൾക്ക്. ഇതൊക്കെ 20,000 എത്തിമക്കല്ല കേട്ടോ. അള്ളാഹു ബർക്കത്ത്. എന്താ നിങ്ങൾ ഫതില് മാത്രം നല്ല മാർക്കോട് ജയിച്ചു അല്ലേ? അതിന് സമ്മാനാണ്. ഇതാർക്കുള്ള? എനിക്കുള്ള. അള്ളാഹു ബർക്കത്ത്. എന്തേത്? ക്യാൻസറിന്റെ ടെസ്റ്റിനാ. ഗർഭപാത്രക്കുമ്മള ടെസ്റ്റിന് പോകുമ്പോ ഇതിപ്പോ കാര്യം ശരിയായതാ? ഇല്ലാതൊക്കെ ഇതാർക്കുള്ള? ഇതിരിക്കുള്ളതാണ്. അള്ളാഹു ബർക്കത്ത്. ഇതെത്തിയ മക്കൾ അള്ളാഹു ബർക്കത്ത്. ഇവിടെ വന്നീന്ന് മാഷാ അല്ലാഹ്. ചേച്ചി 2 മക്കൾക്ക് പൊണ്ണ് ശരിയായതില്ല. 2 ആൾക്കും ശരിയായി. ദൈവത്തിന് അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. അത് മാറിക്കോളും. ഇത് പരിക്കുള്ളതാണ്. 2 കുട്ടികളെ കല്യാണം ശരിയായില്ല ചേച്ചിന്റെ. അള്ളാഹുക്കെ ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ഇവിടെ വന്നീന്ന് ഒരുപാട് സങ്കടത്തോടെ കുട്ടികളെ കല്യാണം ശരിയാകുമെന്ന് പറയാനൊക്കെ അറിയില്ല ഇപ്പത്തെ അവസ്ഥ. അള്ളാഹു പിന്നെ ആരില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതി. ഇതൊക്കെ എന്താ ഞാൻ വരും. ശരിക്കും നമ്മള് വരും അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ പിന്നെ ഇൻഷാ അല്ലാഹ് ഈ തന്നവർക്കൊക്കെ അർഹമായ ഫുദ് അള്ളാഹു കൊടുക്കട്ടെ. ഇതെന്താ? ഉണങ്ങി. മാഷാ അല്ലാഹ്. വരാതൊക്കെ ഇതെന്താണ്? അതെന്താണ്? ഒക്കെ ആശിലായി. മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ പറയല്ലോ? ഇപ്പൊ കാണുന്നുണ്ടോ? അല്ലാഹ് നോക്കിങ്ങള്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹ് മൂപ്പര് എവിടെ ഇങ്ങോട്ട് നോക്കി കുറ്റിപ്പൊട്ടുന്ന കാക്ക. മൂപ്പര് കണ്ണ് കണ്ടിരുന്നില്ല ഇടത് ഭാഗത്ത്. ഇപ്പൊ ഇവിടെ വന്ന് കുത്തിയപ്പോ കാണാൻ തുടങ്ങിയെന്ന്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ പേരെന്താ? ബഷീർ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കണ്ണ് ഈ മണ്ണിന്റെ പ്രത്യേകത കാണിരിക്കും. കോടാനക്കോടി സ്വലാത്ത് ചൊല്ലുന്ന ഇതാണ് നിങ്ങൾ. അല്ലാഹു ബർക്കത്ത് നൽകട്ടോ. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ഈ മണ്ണിന് അല്ലാഹു തന്നൊരു നിഅമത്താണ്. ഈ മക്കളെ കണ്ണീരൊപ്പുന്ന സ്ഥലം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുതലാളി എന്തേ നീച്ചുന്നത്? ഞമ്മക്ക് നിങ്ങൾ മുതലാളി. അല്ലാഹു അല്ലാഹു എല്ലാവർക്കും അല്ലാഹു കേട്ടോ.